5:30 കഴിഞ്ഞു. ഞങ്ങൾ ബസന്ത് നഗറിൽ ഒരു അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. അവിടെ 2 അമ്പലങ്ങളുണ്ട് അടുത്തടുത്തായിട്ട്. ആദ്യം പോകുന്നത് അഷ്ടലക്ഷ്മി അമ്പലത്തിലേക്കാട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പഴയ ഒരു വീഡിയോ ബസന്ത് നഗർ ബീച്ചിൽ പോയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു അമ്പലമുണ്ട്, ഒരിക്കൽ പോകണം. നമ്മൾ കുറേ നാളായി പോകാൻ വിചാരിച്ചിട്ട് പക്ഷെ നടന്നിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ പൊങ്കൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. നാളെയാണ് മെയിൻ ഡേ. അപ്പോൾ ഷൈചേട്ടനൊക്കെ ലീവ് ഉള്ളത്, ഹോളിഡേ ആയിട്ടുള്ളത് നാളെയാണ്, മൺഡേ. പിന്നെ ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത് പൊങ്കൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട് ഈ ബീച്ചിലും പിന്നെ അവിടെ അടുത്ത് പാർക്കുകളിലും 3-4 സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അതും കൂടെ കണ്ടിട്ട് വരാമെന്നാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലേക്കാണ്. അതിനുശേഷം അവിടെ അടുത്ത് തന്നെയുള്ള മുരുകൻ്റെ അമ്പലത്തിൽ പോകും. പിന്നെ അവിടെ ഒരു ചർച്ചുണ്ട് ഈ ബസന്ത് നഗർ ബീച്ചിൻ്റെ അടുത്ത് തന്നെ. അത് ഈ ബീച്ച് സൈഡ് തന്നെയാണ്, വേളാങ്കണ്ണി മാതാവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അവിടെയും ഒരു ദിവസം പോകണം എന്നുണ്ട് നമുക്ക്. വേറൊരു ദിവസം അവിടെയും പോവാട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊങ്കലിൻ്റെ നല്ല വൈബാട്ടോ പുറത്ത്. കരിമ്പ്, പിന്നെ മഞ്ഞൾ, പിന്നെ പൊങ്കലിൻ്റെ പൂജയ്ക്ക് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സാധനങ്ങൾ വിൽപ്പന നടക്കുന്നുണ്ട് റോഡിലൊക്കെ. അപ്പോൾ അതൊക്കെ നല്ല കാഴ്ച. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ പൊങ്കൽ ഡേ ഇവിടെ ഉള്ളത്. മിക്കവാറും ഞങ്ങൾ നാട്ടിലായിരിക്കുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിലായിരുന്നു, ഞങ്ങൾ വന്നിട്ട് അധികമായിട്ടില്ല. അപ്പോൾ ഞാൻ വന്നിട്ട് കേട്ടോ. അപ്പോൾ പൊങ്കലിന് ഇവിടെ നിന്നതൊക്കെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനും ഫസ്റ്റ് ടൈം ആട്ടോ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണേ. അപ്പോൾ റോഡ് ഇച്ചിരി പ്രശ്നമാണ്. നമ്മുടെ ഇവിടുത്തെ ആ ഫ്ലഡൊക്കെ കഴിഞ്ഞപ്പം കുറേ സ്ഥലത്ത് റോഡൊക്കെ കുറച്ച് പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നല്ല കുടുക്കത്തിൽ കൂടെയൊക്കെയാണ് ചില സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കണേ. അതാണ് ഒരു ഡിസ്റ്റർബൻസ് വന്നത്. അപ്പോൾ പാറുക്കുട്ടി ഇതാ പാതി മയക്കത്തിലാണ്. പാറു നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ എഴുന്നേക്കണില്ല. ഇവിടെ ഒന്ന് കുളിപ്പിക്കണമായിരുന്നു, ഒന്ന് തല നനയ്ക്കണമായിരുന്നു. പിന്നെ ഇവിടെ ഒരു കണക്കിനൊന്ന് എഴുന്നേപ്പിച്ച് റെഡിയാക്കി. അപ്പോൾ ഉറക്കം പോവാത്തതുകൊണ്ട് അവളിതാ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ കാഴ്ചകളൊക്കെ കാണാം. എന്താ ഷൈചേട്ടൻ ഡ്രൈവിംഗ് ആട്ടോ. നമുക്ക് വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. കുറേ കാഴ്ചകളുണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് കണ്ടാസ്വദിക്കാം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് OMR-ലൂടെയാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ വലിയ ബിൽഡിംഗ് ഉണ്ടോ, അതാണ് താജ് ചെന്നൈ. കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ളൊരു ബിൽഡിംഗ് വരും. നല്ല അടിപൊളി പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇന്ദിരാനഗർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അത്. ഞാൻ എപ്പോഴും പോകുമ്പോൾ ഈ വഴി പോകുമ്പോൾ ഞാൻ ഈ ബിൽഡിംഗ് എപ്പോഴും നോക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പെയിൻറ്റിങ് കാണാനായിട്ട്. നിങ്ങളെ ചുമ്മാ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്രണ്ടിൽ ആ മരങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ ഇപ്പം നമ്മൾ ബസന്ത് നഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഈ റോഡ് നല്ല ഭംഗിയാണ് കാണാൻ, അപ്പുറം ഇപ്പുറം നിറയെ മരങ്ങളൊക്കെ ആയിട്ട്. ഞാൻ ഈ വീഡിയോ എടുത്തത് ജാനുവരി 14-നാണ്, സൺഡേ. 15-നായിരുന്നു മെയിൻ പൊങ്കൽ ഡേ. ഇന്ന് ഭോഗി പൊങ്കൽ ഡേ ആണ്. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അപ്ലോഡ് ചെയ്യാൻ. വേറൊന്നുമല്ല, എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. അതായത് ഒരു ലാക്ക് ഓഫ് ഇൻസ്പിറേഷൻ എന്ന് തന്നെ പറയാം. കാര്യമായിട്ട് വ്യൂസ് ഒന്നും ഇല്ലാണ്ടാവുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ തന്നെ ഒരു ബുദ്ധിമുട്ട്. വീഡിയോസ് നിറയെ റെക്കോർഡ് ചെയ്ത് വയ്ക്കും, പക്ഷേ എഡിറ്റ് ചെയ്യത്തില്ല, അപ്ലോഡ് ചെയ്യത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഞാൻ കുറച്ചായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ശരിയല്ല, എൻ്റെ ഒരു ഡിസിഷൻ ശരിയല്ല. കാരണം നമ്മൾ കൂടുതൽ ചെയ്താലാണ് നന്നായിട്ട് നമ്മളൊരു കാര്യത്തിൽ കുറച്ചും കൂടെ എക്സ്പേർട്ടായി വരുള്ളൂ. അതുകൂടാതെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനിനി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നുള്ളൊരു ഡിസിഷനിലാണ് നമ്മൾ ഈ വീക്കിൽ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ മൺഡേ വീഡിയോ ഇട്ടു, വെനസ്ഡേ ഇട്ടു, ഇപ്പോൾ ഫ്രൈഡേയും വീഡിയോ ഇടാൻ പോവാണ്. ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ആഴ്ചയിൽ 3 ദിവസം വീഡിയോ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോസ് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രമേ യൂട്യൂബ് എല്ലാവരിലേക്കും ഇത് എത്തിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അമ്പലത്തിലേക്ക് നടക്കുവാണ്. നമ്മൾ ചെന്നൈയിൽ എല്ലായിടത്തും പോകുമ്പം നമ്മൾ നടക്കുന്ന സ്ട്രീറ്റ്, നമ്മളെപ്പോഴും നടക്കുന്ന സ്ട്രീറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. കുറേ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇതുപോലെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പൂക്കൾ. അപ്പോൾ അങ്ങോട്ട് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അഷ്ടലക്ഷ്മിയുടെ അമ്പലമാണല്ലോ, അപ്പോൾ അഷ്ടലക്ഷ്മിക്കും വെക്കാനുള്ള പൂവ്, പിന്നെ താഴെയുള്ള തുളസിമാല,
അവിടുത്തെ ഹനുമാൻ വെക്കാൻ വേണ്ടിയിട്ടാണ്, ഹനുമാൻ സ്വാമിക്കുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ള പൂക്കളുണ്ട് ആ തട്ടത്തിൽ. അങ്ങനെ ഒരു തട്ടം വാങ്ങിച്ച് നമ്മളകത്ത് കൊണ്ടുപോയിട്ട് എല്ലാ സ്ഥലത്തും വെക്കാൻ പറ്റും. അപ്പോൾ ഞാനും അങ്ങനെ ഒരു തട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂവൊക്കെ വെച്ച് ഞങ്ങൾ ഇപ്പം കണ്ടത് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം എടുത്തതാണ് കേട്ടോ. അകത്തൊന്നും വീഡിയോസ് അലൗഡ് അല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി. എനിക്ക് നല്ല ഇഷ്ടമായി അമ്പലം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുന്ന വഴിയാട്ടോ, ഇത് ബീച്ചിൻ്റെ തൊട്ടടുത്താണല്ലോ. അപ്പോൾ ഇതുപോലെ ശംഖുകളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ സാധനങ്ങളുടെ ഒരു കടയാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ശരിക്കും ഈ കടയുടെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പം ഒരു പ്രത്യേക ടൈപ്പ് സ്മെല്ല്, അതായത് ഈ ശംഖുകളുടെ ഉള്ളിൽ അത് ഇരുന്ന് ചീത്തായിട്ടോ എന്തോ ഒരു സ്മെല്ല് വരില്ലേ, അങ്ങനെ ഒരു സ്മെല്ലായിരുന്നു. എനിക്ക് വല്ലാതെ തോന്നിയെന്ന് ഞാൻ പെട്ടെന്ന് ഇറങ്ങി. നല്ല ഭംഗിയായിരുന്നു എല്ലാം കാണാൻ. ഇതാണ് അമ്പലം. ഇങ്ങനെയാട്ടോ ഇത്. ആ അമ്പലത്തിൻ്റെ നടയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ദർശനം വരുന്നത് ബീച്ച് സൈഡിലേക്കാണ്. അപ്പോൾ അതാണ് കാണുന്നത്. പിന്നെ മേളിലേക്കുണ്ട്. അത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കതൊന്നും മനസ്സിലാവില്ല കേട്ടോ. ഇങ്ങനെ ശരിക്കും ക്ലോസ് ചെയ്തേക്കുവാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബീച്ചിലേക്കൊന്നും പോവില്ല, നേരെ നമ്മൾ മുരുകൻ്റെ അമ്പലത്തിലേക്ക് പോവാണ്. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ് ഒരു അമ്പലം. അപ്പോൾ ആറുവീട് മുരുകൻ എന്നാണ് അമ്പലത്തിൻ്റെ പേര്. ഇതാണ് അമ്പലം. ഇവിടെ ഇങ്ങനെ കാണിക്കുമ്പം ഇപ്പം നമുക്ക് അകത്തേക്ക് വീഡിയോസ് അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര മാത്രം കാണിക്കുന്നത്. ഇത്രയല്ല, ഉള്ളിലേക്ക് നിറയുണ്ട്. 6 വീട് മുരുകൻ എന്ന് പറഞ്ഞാൽ 6 സ്ഥലങ്ങളിലെ, അതായത് 6 സ്ഥലങ്ങൾ, ഇപ്പോൾ പഴനി അങ്ങനെ ഓരോ സ്ഥലത്തും മുരുകൻ ടെമ്പിൾ ഇല്ലേ. അപ്പോൾ അങ്ങനെ 6 സ്ഥലത്തെ പ്രതിഷ്ഠയാണ് ഇവിടെ. അപ്പോൾ അവിടെ എല്ലാം പോയി തൊഴാനായിട്ട് നമുക്ക് ഇപ്പം ഒരുപാട് സമയമെടുക്കും, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ പോയി തൊഴാൻ പറ്റുമെങ്കിൽ അത് വളരെ സന്തോഷം. ഇനി അങ്ങനെ പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുറച്ച് എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പോകാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് തൊഴുതിട്ട് പോവാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അകത്ത് കയറ്റി തൊഴുതു. വളരെ നല്ലൊരു അമ്പലം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൊതുവേ നമ്മൾ ചെന്നൈയിലെ അമ്പലങ്ങളൊക്കെ ഏകദേശം ഒരേപോലെയുള്ളൊരു അന്തരീക്ഷമായിരിക്കുള്ളൂ. പിന്നെ ഇത് ബീച്ച് സൈഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ കാമായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ മുരുകൻ്റെ അമ്പലത്തിലും കയറി. ഇനി ഇവിടെ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ നടക്കണില്ലേ, അങ്ങോട്ട് പോവാട്ടോ. മുരുകൻ്റെ അമ്പലം, അഷ്ടലക്ഷ്മിയുടെ അമ്പലം ഉള്ളിലേക്കൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ആ ഫ്രണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ ചെന്നൈയിൽ ഉള്ള ആൾക്കാർ, അറിയില്ലാത്തവർ ഉണ്ടാവില്ല. ഇനി അറിയില്ലെങ്കിൽ വന്നിട്ട് തൊഴാം. നല്ല അമ്പലമാണ്. അപ്പോൾ നമുക്ക് നല്ല കാമാണ്, ബീച്ചിനോട് ചേർന്ന് തന്നെയാണ്. അപ്പം അത്യാവശ്യം നല്ല കാമായിട്ടുള്ള സ്ഥലമാണ് രണ്ട് അമ്പലങ്ങളുടെ. അപ്പോൾ ഞങ്ങൾ ഇനി കൾച്ചറൽ ആക്ടിവിറ്റീസിൻ്റെ സ്ഥലത്തേക്ക് പോവാം കേട്ടോ. ഷൈച്ചേട്ടനും പാറും വണ്ടിയിൽ കയറിയിരുന്നു, ഞാനും കൂടെ കയറിയാൽ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. ഡാൻസോ പിന്നെ തമിഴ്നാടു കൾച്ചറൽ ആക്ടിവിറ്റീസാണ്. അപ്പോൾ എന്തൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് കാണാം. നമ്മളിതാ ബസന്ത് നഗർ ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള മുരുകൻ ഇഡ്ഡലിയിൽ കയറിയിട്ടോ. അത്യാവശ്യം നന്നായിട്ട് വിശന്നു. ഇവിടുത്തെ വിളമ്പൽ നല്ല രസമാട്ടോ. ആദ്യം പൊടിയിടും, പൊടി ചട്നിയില്ലേ അത്. എന്നിട്ട് അവിടെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കും. എന്നിട്ട് നമ്മൾ വിരലുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ദോശ, ഇഡ്ഡലി എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റായി ഈ ചട്നി. പിന്നെ ഓരോ ചട്നികളായിട്ട് വരും. വെള്ളച്ചട്നി, തേങ്ങാ ചട്നി വന്നു, പിന്നെ ബ്രൗൺ ചട്നി, മല്ലിച്ചട്നിയോ തക്കാളി ചട്നിയോ ആണത്, പിന്നെ പുതിന ചട്നി, അങ്ങനെ കുറേ ചട്നികൾ വരും കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തത് പനീർ മസാല ദോശ. നല്ല ടേസ്റ്റാണ് കേട്ടോ പനീർ മസാല ദോശ. പിന്നെ പൊടി ഇഡ്ഡലി, നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് പൊടി ഇഡ്ഡലി. പക്ഷേ പനീർ മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയും പോകുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഞാൻ തുറന്നൊന്നും കാണിച്ചില്ല കേട്ടോ, എന്തോ ഞാനത് ഓർത്തില്ല. അപ്പോൾ പനീർ മസാല ദോശയും നമ്മൾ ഇഡ്ഡലി പൊടിയിട്ട തട്ട് ഇഡ്ഡലിയാണത്, അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ആസ്വദിച്ചാട്ടോ ശരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കുക. അതുപോലത്തെ ഫുഡാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. പോയി കഴിച്ചിട്ടുള്ളവർക്കറിയാം. പൊടി ഇഡ്ഡലി ആട്ടോ കഴിക്കാൻ പോകുന്നത്. പാറു പൊടി ഇഡ്ഡലിയൊന്നും കഴിക്കില്ല, അവൾക്ക് ദോശ ഇഷ്ടമാണ്. അല്ല സാധാരണ ഇഡ്ഡലി ആണെങ്കിൽ കഴിക്കും, പൊടി അവൾക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചിറങ്ങി. ഇത് ബസന്ത് നഗർ ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ആ റോഡിൻ്റെ
ബീച്ച് സൈഡല്ല, എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. നമുക്ക് പെട്ടെന്ന് പോയി കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അത്യാവശ്യം തിരക്കുണ്ടാവും കേട്ടോ എപ്പോഴും, എന്നാലും നമുക്ക് പാർക്കിംഗ് കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ബീച്ചിൻ്റെ അങ്ങോട്ട് പോവാണ്. ഇനി ഈ സൈഡിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണം. പാർക്കിംഗ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം, കാരണം ഈ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. അല്ലെങ്കിൽ ഈ വീക്കെൻഡിൽ ബീച്ചിൽ അത്യാവശ്യം തിരക്കുണ്ടാവും. പിന്നെ ഇപ്പം നല്ല ക്ലൈമറ്റും കൂടെ ആണല്ലോ, ഈ പൊങ്കൽ സമയത്തൊക്കെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ചെറിയ ഈ സമയത്തൊക്കെ അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ നടന്നാലൊന്നും ക്ഷീണിക്കുകയൊന്നുമില്ല. നല്ലൊരു കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. എല്ലാവരും തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അത്രയും തിരക്കുണ്ടായിരുന്നു ബീച്ചിൽ. ഇപ്പം ബസന്റ് നഗർ ബീച്ച് അറിയാമല്ലോ, അത്യാവശ്യം നല്ലൊരു ബീച്ചാണ്. പിന്നെ മെറീന ബീച്ച് വലിയൊരു ബീച്ചാണ്. അവിടെ പോയാലും ഏകദേശം ഇതുപോലെ തന്നെ തിരക്കുണ്ടാവും കേട്ടോ. ബീച്ചിൽ പോകാനായിട്ട് ചെന്നൈക്കാർക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണെന്ന് നമുക്ക് തോന്നും ബീച്ചിൽ ചെന്ന് കഴിയുമ്പോൾ. ഒരുപാട് ഷോപ്സ് ഉണ്ട്, സ്ട്രീറ്റ് ഷോപ്സ്. കുറേ ഫുഡ് വെറൈറ്റീസും ഉണ്ട് അവിടെ. പക്ഷേ ഞാനും ഷൈച്ചേട്ടനും ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ഇച്ചിരി മടിയാട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നല്ലതായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്ട്രീറ്റ് ഫുഡ് മാക്സിമം ഒഴിവാക്കാറുണ്ട്. പിന്നെ അത് ധൈര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കഴിക്കാം. പിന്നെ ഇതാ ഇതുപോലെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കാണില്ലേ, അത് ഇവിടെ സ്ഥിരമുണ്ട്. പിന്നെ ഈ കുതിര ഉണ്ടാവും, നമുക്ക് കുതിരപ്പുറത്ത് കയറി ബീച്ചിലൊക്കെ ഒരു സവാരിയൊക്കെ നടത്താം. കുതിരയൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ, ഈ ഫെസ്റ്റിവൽ സീസണിൽ മാത്രമല്ല, നിറയെ ഉണ്ട് ഇപ്പോൾ. എന്നാലും സാധാരണ നമ്മൾ ബീച്ചിൽ പോയാലും ഉണ്ടാവും. ഈ ബീച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ദാസനും വിജയനും വന്നിറങ്ങിയ ബീച്ചാണ്, അതായത് ദുബായ് കടപ്പുറം. അങ്ങനെ നമ്മൾ നേരെ കൾച്ചറൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പം പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ചെയർസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഇരിക്കാനായിട്ടുള്ള സ്ഥലം കിട്ടി. അവിടെ ഇരുന്ന് പരിപാടിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഇപ്പം നടക്കുന്ന പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ, അതായത് അവിടുത്തെ ഇപ്പം ഈ കുതിര ആൾ കയറിയിട്ട് ഇങ്ങനെ കുതിരകളിയൊക്കെ ഉണ്ടാവും. പിന്നെ മയിലാട്ടം, പിന്നെ കാളയുടെ രൂപത്തിലുള്ളത്, അങ്ങനത്തെയൊക്കെ ഇതാട്ടോ. പിന്നെ അതിനനുസരിച്ചുള്ള നല്ല കൊട്ടും മേളവും ഒക്കെ ഉണ്ട്. അതൊക്കെ കൂടി ആകുമ്പം നമുക്ക് നന്നായിട്ട് അത് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അതൊന്നും നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഇച്ചിരി സങ്കടമുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഒരു താളത്തിൽ അവർ ആടിക്കൊണ്ടിരിക്കുകയാണ്. മയിലാട്ടമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പാറുവിനും ഇഷ്ടമായി. പാറു ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കുറച്ച് നേരം നോക്കി. പിന്നെ ചുറ്റുമുള്ള പിള്ളേരിലൊക്കെ ആയിട്ട് അവളുടെ കണ്ണ്. പിന്നെ അവൾ മടിയിലിരുന്നൊന്നുമില്ല, ചാടി താഴെ ഇറങ്ങി. നല്ല കുഴ മണ്ണാണ്, അതായത് ഒരു പഞ്ചസാര മണ്ണ് പോലത്തെ മണ്ണാണ്. ഞാനൊരു ഹായൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഷൈച്ചേട്ടൻ ഭയങ്കര ആസ്വദിച്ചിരിക്കുകയാണ്, പാറു അതെ. ഇത്തിരി നേരം ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് അവളങ്ങ് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ പരിസരമൊക്കെ ഒന്ന് സെറ്റിലായി, ഓക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് പാറു ഒന്ന് ഓണായത് കേട്ടോ. പിന്നെ പാറുവിന് ആ ഡാൻസൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ആൾക്ക് ചെറിയൊരു ആടലൊക്കെ വന്നു. പിന്നെ അവിടെ ഇറങ്ങി നിന്ന് പയ്യെ ഓരോ സ്റ്റെപ്പൊക്കെ ഇടാൻ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നേരത്തെ കണ്ടത് കാളയായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ ഒരാൾ രൂപത്തിലാട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ തീരാൻ പോവുകയാണ്, അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. എന്നിട്ട് നല്ല കൊട്ടും പാട്ടും മേളമൊക്കെയാണ് നടക്കണേ. ഇപ്പം ഇത് നടന്നുകൊണ്ടിരിക്കുമ്പം പാറു ഇതേപോലെ ഇറങ്ങി ചെറിയ സ്റ്റെപ്പൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. കുറച്ചൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവളിങ്ങനെ എന്തോ കൈയൊക്കെ പൊക്കി ഇങ്ങനെയൊക്കെ എന്തോ ഒരു മുദ്രയൊക്കെ കാണിച്ചിട്ട് നിൽക്കുക കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവളുടെ ഓരോ ആക്ഷൻസൊക്കെ. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് നല്ല ചിരിയായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, വേറെ അപ്പുറം ഇപ്പുറമൊക്കെ ഇരിക്കുന്ന ആൾക്കാരും നോക്കുന്നുണ്ടായിരുന്നു. നല്ല ചിരിയായിരുന്നു അവർ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തു. നല്ല അത്യാവശ്യം ചെറിയൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പാറുവിന് ക്യാപ്പ് വെച്ചിട്ട് അവൾ മാറ്റി കളയായിരുന്നു. എനിക്ക് പേടിയായിരുന്നു, ഇങ്ങനെ എപ്പോഴും ബീച്ചിലൊക്കെ പോകുമ്പോൾ ആ കാറ്റ് കൊണ്ട് പിള്ളേർക്ക് പെട്ടെന്ന് അസുഖം വരും. അതുകൊണ്ട് തന്നെ മിക്ക പിള്ളേരും ക്യാപ്പൊക്കെ വെച്ചിട്ടായിരുന്നു. പക്ഷേ ഇവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് നോക്കിയപ്പം ഇത് കണ്ടോ, ഈ ഒരു പരിപാടി നമ്മൾ സാധാരണ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ അല്ലേ കാണാറ്. ഇതുപോലെ
കുറേ പേരിങ്ങനെ കൂടി നിൽക്കുന്ന കണ്ടപ്പം ഞാനൊന്ന് നോക്കിയതാട്ടോ. അപ്പോഴാണ് ഉറിയടി കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നു. അപ്പോൾ അവരങ്ങ് നമ്മളെ കറക്കി വിടുമ്പം നമുക്ക് ദിശ ഏതാണെന്ന് ഒട്ടും മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെ ഒരാൾ വന്ന് വേറെ എവിടേക്കോ ഇങ്ങനെ അടിച്ചു. അത് കഴിഞ്ഞ് ഒരു പയ്യനാട്ടോ, അത് ചെറിയൊരു പയ്യനാണ്. അപ്പോൾ വേറെ നമ്മൾ വ്യൂവേഴ്സിൻ്റെ അടുത്ത് വന്നിട്ടാണ് അവിടെ കണ്ടു നിന്ന് എല്ലാവരെയും വന്ന് അടിക്കാൻ പോവുമായിരുന്നു. അപ്പോൾ പുള്ളി ആ കൂടെ നിൽക്കുന്ന ഒരു വളണ്ടിയർ ഉണ്ടല്ലോ, അവർ വന്ന് ആ പയ്യനെ മാറ്റുക കേട്ടോ. നീക്കി നിർത്തുവാണ് ആരുടെ മേത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു വോയിസ് കേൾപ്പിക്കാൻ പറ്റാതെ പറഞ്ഞാൽ അപ്പറേ നല്ല പാട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മ്യൂസിക് ശരിക്ക് ഉണ്ടായിരുന്നു റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അത് കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാട്ടോ. ഈ ഒരു പെങ്കുച്ചിനെ കറക്കി വിട്ടു. പക്ഷേ അത് കുറച്ച് നേരം അവിടെ നിന്ന് വാച്ച് ചെയ്ത് വളരെ ബുദ്ധിപരമായിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയതെന്ന് എനിക്ക് തോന്നി കുറച്ച് കഴിഞ്ഞപ്പം. നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. പയ്യെ വന്ന് അത് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ളത്. അങ്ങനെ ഒരു ആ പില്ലറിൽ വന്ന് മുട്ടിക്കഴിഞ്ഞപ്പം അതിന് ഏകദേശം ഒരു ഐഡിയ കിട്ടി എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റി. പിന്നെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ ഒച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ ഓരോ ചെറിയ ക്ലൂസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൾക്ക് എങ്ങോട്ട് നീങ്ങണം എന്നുള്ളത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഇനിയൊരു നാടകം തുടങ്ങാൻ പോവാ. നാടകം കാര്യമായിട്ട് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളിപ്പം കുറച്ച് സമയം കുറേ ആയി, നോക്കട്ടെ കേട്ടോ. 8:45 ഞങ്ങൾ പയ്യെ ഇനി വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഒന്ന് ചുറ്റിയിട്ട് ഞങ്ങൾ പോവാം. പാറു കുറേ ഡാൻസും ഇതൊക്കെ കണ്ട് ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു പാറുൻ്റെ ഡാൻസ് കണ്ട് കുറേ പേര് ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര കൈകൊട്ടലൊക്കെ ആയിരുന്നു. ഉറിയടി അടിപൊളിയായിരുന്നു. ഒരു കൊച്ചു വന്ന് പൂച്ച പോലെ കൊച്ചു വന്ന് അടിച്ചുകൊണ്ട് പോയി. എന്താണാവോ സമ്മാനം. നല്ല തിരക്കുണ്ട്. ഇന്നിപ്പോൾ ഇത്രേ തിരക്കുള്ളൂ. നാളെയൊന്നും കൂടെ എടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നണം, അത്ര തിരക്കായിരിക്കുള്ളൂ. നാളെയും കുറേ സ്ഥലത്തുണ്ട് കേട്ടോ. ബസന്റ് നഗർ മാത്രമല്ല, ഒരു പാർക്കുണ്ട്, അവിടെയുണ്ട്. വേറെ ഒരു 3 ബീച്ച് ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ബീച്ചുണ്ടല്ലോ, അവിടെയൊക്കെ ഉണ്ട് ഇതുപോലത്തെ കൾച്ചറൽ ഫെസ്റ്റിവൽ. അപ്പം ഞങ്ങളത് നേരെ വണ്ടിയിലേക്ക് പോവാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ വീട്ടിൽ പോവാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കെല്ലാം കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ബൈ.